അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. കേരളത്തിൽ നിന്ന് പോകുന്നതിൻ്റെ കൂടെ അച്ഛനും അമ്മയും വല്യച്ഛനുമാണ് കൂടെ വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് പാലക്കാട് എത്തിക്കഴിഞ്ഞു. പാലക്കാട് എത്തിയതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, കൃഷ്ണ എന്നായിരുന്നു പേര്. അവിടെ നമ്മൾ വരുന്ന ടൈമിൽ ടെൻഷനായിരുന്നു. കോഴിക്കോട് നിന്ന് ട്രെയിൻ ലേറ്റായി, 1 മണിക്കൂറോളം ലേറ്റായി, കറക്റ്റ് ടൈമിന് ഇവിടെ എത്തുമോ, ഇവിടുന്ന് ട്രെയിൻ കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ എത്തിയപ്പം പാട്നയിലേക്കുള്ള ട്രെയിനും ലേറ്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നു, കയറി. ആദ്യമായിട്ടാണ് AC കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ കയറുന്നത്, അതും സെക്കൻഡ് ടയർ AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ടയർ ACയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ല ടെൻഷനുണ്ട് പോയി കഴിഞ്ഞാൽ. കാരണം സൂപ്പാൾ എന്ന് പറയുന്നത് നേപ്പാൾ ബോർഡറിൻ്റെ അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ ബീഹാർ സ്റ്റേറ്റിലാണ് വരുന്നത്. കൂടെ വല്യച്ഛനാണ് വന്നിട്ടുള്ളത്, വിനു എന്നാണ് വല്യച്ഛൻ്റെ പേര്. ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഞാൻ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളിൽ, രാധേശ്യാം പബ്ലിക് സ്കൂൾ, നഴ്സറി ക്ലാസ് മുതൽ +2 ക്ലാസ് വരെയുള്ള പബ്ലിക് സ്കൂളാണ്. അവിടെ എനിക്ക് KG സെക്ഷനിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എൻ്റെ മനസ്സിലൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസംബറിൻ്റെ ഉള്ളിൽ കേരളം വിടണം, വീട് വിടണം, സ്ഥലം വിടണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായില്ല. കേരളം വിടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളം അല്ലെങ്കിൽ കോഴിക്കോടെങ്കിലും വിടണം. ആരോടൊക്കെയുള്ള ദേഷ്യമോ വാശിയോ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാം. ബട്ട് അതൊരു ഉദ്ദേശം തന്നെയായിരുന്നു. ഇതാണ് എൻ്റെ കൂടെയുള്ള ടീച്ചർ കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളിലൊക്കെ എടുത്ത ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്, ഞങ്ങൾ 15-നാണ് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി 16-ന് ഇവിടെ എത്തുന്നു, പാലക്കാട് എത്തുന്നു. പാലക്കാട് പുലർച്ചെ 3 മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുള്ളത് പാട്നയിലേക്ക്. പാട്നയിലെത്തുന്നത് ഞങ്ങൾ 18-നായിരുന്നു പാട്നയിലേക്ക് എത്തുന്നത്. അതായത് 15-ന് പുലർച്ചയ്ക്ക് കയറിയിട്ട് എത്തുന്നത് 18-നായിരുന്നു. അപ്പോൾ അതായിരുന്നു വലിയൊരു ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത്. ദിവസങ്ങളോളം ആ ഒരു ട്രെയിനിൽ ബാത്റൂം പോകാൻ വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും മാത്രം എണീക്കുന്നൊരവസ്ഥയായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ട്രെയിൻ ഫുഡ് ഒട്ടും പോരാ. വളരെയധികം മോശം അഭിപ്രായമാണ് ഫുഡിനെ കുറിച്ച് പറയുന്നത്. പിന്നെയും നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നൊരു ഫുഡെന്ന് പറയുന്നത് മോർണിംഗ് അവർ ട്രെയിനിൽ കൊണ്ടുവരുന്ന ഒരു ബ്രെഡും മുട്ടയും ഉണ്ടായിരുന്നു, അതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ദിവസം ഫുഡിൻ്റെ ആ ഒരു ടൈം ടേബിൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ ഫസ്റ്റത്തെ മോർണിംഗ് ഫുഡ് ഒരു 3-4 എണ്ണം വാങ്ങി വെച്ചു. എന്നിട്ടാണത് ഉച്ചയ്ക്കും രാത്രിയായിട്ട് കഴിക്കുന്നത്. പിന്നെ ഫുഡ് ഞങ്ങൾ ഓൾറെഡി ട്രെയിനിൽ നിന്ന് കഴിക്കാൻ ഫുഡ് കൊണ്ടുവന്നിരുന്നു, അങ്ങനെ ആ ഫുഡും കഴിച്ചു എന്നുള്ളതാണ്. പിന്നെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് ACയിൽ കയറുന്നതിൻ്റെ, അതായത് സെക്കൻഡ് ടയർ AC, നമ്മുടെ 3 ടയർ AC എന്ന് പറയുമ്പോൾ 3 ആൾക്കാരുണ്ടാവും. ഒരാൾ ഉറങ്ങുന്ന ടൈമിൽ മറ്റാൾക്ക് എണീച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്. പക്ഷേ സെക്കൻഡ് ടയർ ACയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരാളെയും നോക്കണ്ട. അപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ടോ, നമ്മൾ എണീച്ച് കൊടുക്കണോ, ഇത് പൊന്തിച്ച് അവിടെ ഹാങ് ചെയ്ത് വെക്കണോ എന്നുള്ളതൊക്കെ ഉണ്ടോ. പക്ഷേ ഇവിടെ നമുക്ക് അതുമില്ല. അങ്ങനെ ഈ ഒരു സെക്കൻഡ് ടയർ AC ബുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ലോങ് ട്രിപ്പാണ്. ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കാതെയും പല തരം ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പല കമ്പാർട്ട്മെൻറ്റിലും കയറുന്നത് കൊണ്ട് തന്നെ AC കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണ്. പിന്നെ ഒരുപാട് കാഴ്ചകൾ, ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ അത്രയും സ്റ്റേറ്റ്, ഈ ഒരു ട്രെയിൻ അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടൈം അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ എടുക്കില്ല. ഇത്രയും മണിക്കൂർ എടുക്കാനുള്ള റീസൺ നമ്മുടെ മാപ്പിൽ കാണിക്കാത്ത പല സ്ഥലങ്ങളിൽ പോലും ഈ ഒരു ട്രെയിൻ നിർത്തി ഒരുപാട് സമയം, 1 മണിക്കൂറിൻ്റെ അടുത്തോളം അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ അടുത്തോളം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിർത്തിയിടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. രാത്രി ആളൊരു സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പം വൈഫിനെ വിളിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തത്. കാരണം ആൾ പോലും ഇനിയിപ്പോൾ തിരിച്ച് പാലക്കാട് എത്തണം, ആളുടെ വീട് പാലക്കാടാണ്. അപ്പോൾ ആണ് ആൾക്കിനി കുടുംബത്തിനെ കാണാനൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പിറ്റേത്, അതായത് പുലർച്ചെ 6:30 ഒരു ടൈമിനാണ് ഞങ്ങൾ പാട്നയിൽ എത്തുന്നത്. പിന്നെ ഇനി അവിടുന്ന് 2 മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടേക്കുള്ള ട്രെയിൻ. അപ്പോൾ അടുത്ത